ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അത് ലോകമാകെ അല്ലെങ്കിൽ രാജ്യമാകെ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി വളരുകയെന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. തുടക്കത്തിൽ നേരിടുന്ന തകർച്ചകളിൽ തളരാതെയും പരാജയങ്ങളിൽ പിന്മാറാതെയും കഠിന പ്രയത്നം ചെയ്ത് ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് വിജയം നേടിയവരാണ് ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന പല കമ്പനികളും. അവരുടെ തുടക്കം എങ്ങനെയെന്നറിയാൻ, അവരുടെ വിജയഗാഥ എന്തെന്നറിയാൻ, അവരുടെ ഇന്നത്തെ സമ്പാദ്യം എത്രയെന്നറിയാൻ പലർക്കും കൗതുകമുണ്ട്. അതുകൊണ്ട് തന്നെ മൈഫിൻ TV നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് അത്തരത്തിലൊരു പ്രോഗ്രാം. ബിസിനസ്സിൽ വൻ വിജയം നേടിയ ചില കമ്പനികളുടെ കഥ പറഞ്ഞുകൊണ്ട് യൂണിക്കോൺ ക്രോണിക്കൽസ്. $1 ബില്യൺ അതായത് ഏതാണ്ട് 83,000 കോടിയോളം രൂപ ആസ്തിയുള്ള സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയെയാണ് യൂണിക്കോൺ എന്ന പദം സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിച്ച കമ്പനിയാണ് ഊബർ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകും മുന്നേ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമ്പനിയുടെ പേര് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂബർ എന്നാണോ ഊബർ എന്നാണോ? നമുക്ക് പുറത്തോട്ടിറങ്ങി പബ്ലിക്കിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് യൂബർ എന്നാണ്. ഞാൻ യൂബർ എന്നാണ് പറയാറ്. എന്റെ ഫ്രണ്ട് ടാക്സി ഓടിക്കുന്ന ആള് യൂബർ എന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ, അത് മതി. ഊബർ എന്നല്ലേ? ഞാൻ യൂബർ എന്നാ പറയാറ്. ഊബർ എന്നാ പറയാറ്. മറ്റേ ടാക്സിയുടെ ഞങ്ങള് ഊബർ എന്നാണ് പറയാറ്. രണ്ടും പറയാറുണ്ട്. രണ്ട് രീതിയിലും ആൾക്കാർ പറയുന്നുണ്ടല്ലേ. എന്നാൽ ഗൂഗിൾ പറയുന്ന പ്രൊനൗൺസിയേഷൻ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ആദ്യം നമുക്ക് അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ കേൾക്കാം. Uber. ഇനി ബ്രിട്ടീഷ്. Uber. ഇനി നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഇംഗ്ലീഷ്. Uber. ഗൂഗിൾ പറഞ്ഞത് പ്രകാരം നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരിൽ കൂടുതൽ പേരും ഊബർ എന്നാണ് പറയാറ്. ഏതായാലും ഒരു കാലത്ത് ടാക്സിയിൽ സഞ്ചരിക്കുക എന്നത് സാധാരണക്കാർക്ക് വിദൂര സ്വപ്നമായിരുന്നു. അന്നൊക്കെ പലരും സ്വന്തം ഡിമാൻഡ് പെരുപ്പിച്ച് കാണിച്ചിരുന്നത് ടാക്സി വിളിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസിയായി കൈവിരൽ തുമ്പിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് ടാക്സി എത്തുന്നു. മിതമായ നിരക്കിൽ സ്വസ്ഥമായി സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നു. ഏതായാലും ഇത് കണ്ടുപിടിച്ചവൻ്റെ തല കൊള്ളാം എന്ന് നമ്മളിൽ പലരും മനസ്സിൽ പറയുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഊബർ എന്ന കമ്പനി ഉണ്ടാകാനുള്ള വലിയൊരു കാരണം ഇതിൻ്റെ ഫൗണ്ടേഴ്സിനുണ്ടായ 1-2 ദുരനുഭവങ്ങളാണ്. വർഷം 2009. ഗാരറ്റ് ക്യാമ്പും ട്രാവിസും ഒരു ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി അന്നേ ദിവസം ഈവനിങ് ഒരു പ്രൈവറ്റ് കാർ ഡ്രൈവറെ ഉൾപ്പെടെ വാടകയ്ക്ക് എടുക്കുന്നു. ആവശ്യം കഴിഞ്ഞ് ഡ്രൈവറെ സെറ്റിൽ ചെയ്യാനായി ചെന്നപ്പോൾ അയാൾ ആവശ്യപ്പെട്ട തുക $800 ആയിരുന്നു. അതായത് അന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി 38,728 രൂപ. ന്യൂ ഇയർ ആയതുകൊണ്ട് ഡ്രൈവേഴ്സിനെ ജോലിക്ക് കിട്ടാൻ പ്രയാസമാണെങ്കിലും ഈ വാങ്ങിച്ച തുക അത് നല്ല കൂടുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ മറ്റൊരു ദിവസം ഒരു മഞ്ഞ് വീഴ്ചയുള്ള വൈകുന്നേരം ഇവർക്ക് പാരീസിൽ വെച്ച് ഒരു ടാക്സി കിട്ടാനായി വളരെയേറെ അലയേണ്ടി വന്നു. ഈ 2 അനുഭവങ്ങൾ ക്യാമ്പിനെയും ട്രാവിസിനെയും ഇരുത്തി ചിന്തിപ്പിച്ചു. സ്മാർട്ട് ഫോൺ ജനകീയമായി തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഫോണിലൂടെ ടാക്സി ബുക്ക് ചെയ്തുകൂടാ? സാധാരണക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയും വിധം കുറഞ്ഞ തുകയിൽ ടാക്സി ജനകീയമാകണം. മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ടാക്സി നമ്മുടെ വീട്ടുപടിക്കലെത്തണം. ഈ ആശയം നടപ്പിലാക്കാനായി ആദ്യം മുന്നോട്ട് വന്നത് ഗാരറ്റ് ക്യാമ്പാണ്. കാരണം അദ്ദേഹം ഇതിൽ എക്സ്പീരിയൻസ്ഡാണ്. സ്റ്റംബിൾ അപ്പോൺ എന്ന പേരിൽ ഓൾറെഡി ഒരു വെബ് സെർച്ച് എഞ്ചിൻ ബ്രൗസറിന് രൂപം നൽകി അതിൽ വിജയിച്ചു നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അല്ല, എന്താണ് ഈ സ്റ്റംബിൾ അപ്പോൺ? യൂസേഴ്സിന് ആവശ്യമുള്ള ഇമേജസും വീഡിയോസും ഒക്കെ സെർച്ച് ചെയ്തെടുക്കാനായി അവതരിപ്പിച്ച ആദ്യത്തെ വെബ് സെർച്ച് എഞ്ചിനുകളിൽ ഒന്നായിരുന്നു സ്റ്റംബിൾ അപ്പോൺ. ഗാരറ്റ് ക്യാമ്പിൻ്റെ ലീഡർഷിപ്പിൽ 2001 രൂപകൽപ്പന ചെയ്ത ഈ ബ്രൗസർ ആപ്പിലും ലഭ്യമാണ്. ഇതേ രീതിയിൽ ഊബറും ഒരു സെർച്ച് എഞ്ചിൻ മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ആപ്പിൻ്റെ രൂപകൽപ്പനയും ഗാരറ്റും ഫ്രണ്ട്സും ചേർന്ന് വിജയകരമായി തയ്യാറാക്കി. ഇതേസമയം ട്രാവിസ് കമ്പനിയുടെ മെഗാ അഡ്വൈസറായി ചുമതലയേറ്റു. ഇനി ട്രാവിസ് കലാനിക് എന്ന ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെറുപ്പത്തിലേ തന്നെ നല്ല എനർജറ്റിക് ആയ ആളായിരുന്നു. മാർഗമേതായാലും ലക്ഷ്യത്തിലെത്തണമെന്ന് മനസ്സിൽ അടിവരയിട്ടുറപ്പിച്ച വ്യക്തിത്വം. ബിസിനസ്സിലും മാർക്കറ്റിങ്ങിലും നല്ല താല്പര്യമുള്ള ട്രാവിസ് തൻ്റെ കൗമാരകാലത്ത് തന്നെ കട്കോ എന്ന കമ്പനിക്കായി വീടുകൾ തോറും കയറിയിറങ്ങി കറിക്കത്തികൾ വിറ്റുകൊണ്ടാണ് തൻ്റെ കരിയറിന് തുടക്കം കുറിച്ചത്. അങ്ങനെ ഗാരറ്റ് ക്യാമ്പും ട്രാവിസ് കലാനിക്കും ഒരേ മനസ്സോടെ ഒരുമിച്ചപ്പോൾ ഊബർ എന്ന വലിയ സാമ്രാജ്യത്തിന് തുടക്കമായി. 2010 അവർ കമ്പനി ഫോം ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത്ര വലിയൊരു കമ്പനി തുടങ്ങണമെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അവിടെ അവരെ സഹായിക്കാനായി
ഫണ്ടേഴ്സ് എത്തി. ഈ ഓൺലൈൻ ടാക്സിയുടെ ആശയം ഇഷ്ടമായ ഫസ്റ്റ് റൗണ്ട് ക്യാപിറ്റൽ എന്ന US ഫണ്ടിംഗ് കമ്പനി $1.25 മില്യൺ അവർക്ക് നൽകി. അന്നത്തെ ഡോളർ വാല്യൂ വെച്ച് ഇന്ത്യൻ റുപ്പിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഊബർ എന്ന കമ്പനിയുടെ ആദ്യത്തെ മൂലധനം 5,72 ലക്ഷം രൂപയാണ്. അങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ശേഷം 2010 ഫെബ്രുവരി മാസത്തിൽ ഊബറിൻ്റെ ആദ്യത്തെ എംപ്ലോയി ജോയിൻ ചെയ്തു. റയാൻ ഗ്രാവസ് എന്ന ആ വ്യക്തി പിന്നീട് കമ്പനിയുടെ CEO ആയി ചുമതലയേറ്റു. താമസിയാതെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായി റയാൻ ഗ്രാവസ്. തുടക്കത്തിൽ തന്നെ ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വന്ന കമ്പനിയാണ് ഊബർ. ഓരോ സിറ്റിയിലും ഊബർ ക്യാബുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെതിരെ സാധാരണ ടാക്സി ഡ്രൈവേഴ്സ് ശക്തമായി പ്രതിഷേധിച്ചു. തുടക്കത്തിൽ ഊബർ എന്ന പേരിനൊപ്പം തങ്ങളുടെ സർവീസ് എന്താണെന്ന് ആർക്കും കൃത്യമായി മനസ്സിലാക്കത്തക്ക വിധം ക്യാബ് എന്നുകൂടി ചേർത്ത് ഊബർ ക്യാബ് എന്ന പേരിലാണ് കമ്പനി ലോഞ്ച് ചെയ്തത്. എന്നാൽ സാൻ ഫ്രാൻസിസ്കോയിലെ ടാക്സി ക്യാബ് ഓപ്പറേറ്റർമാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തുടക്കത്തിൽ തന്നെ കമ്പനിക്ക് ക്യാബ് ഒഴിവാക്കി ഊബർ എന്നാക്കേണ്ടി വന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഊബറും ടാക്സി ഡ്രൈവേഴ്സും തമ്മിലുള്ള പോരിന് പലരും ദൃക്സാക്ഷിയായി. മേനംകുളത്ത് നിന്നും കഴക്കൂട്ട ടെക്നോ പാർക്കിലേക്ക് വരാനായിട്ട് 500 രൂപ മുതൽ 600 രൂപയാണ് ഒരു ഓട്ടോ ചാർജ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രതിഷേധങ്ങളെല്ലാം പതിയെ കെട്ടടങ്ങി. പലരും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. മാത്രമല്ല, അതിലേറ്റവും രസകരമായ കാര്യം ഈ പ്രതിഷേധിച്ച ഡ്രൈവർമാരിൽ തന്നെ പലരും താമസിയാതെ ഊബറിൻ്റെ ജീവനക്കാരായി എന്നുള്ളതാണ്. ഓരോ വർഷം കഴിയുന്തോറും ഊബർ എന്ന കമ്പനി രാജ്യങ്ങൾ ഓരോന്നായി കൈയടക്കുകയായിരുന്നു. 2013 മെയ് മാസത്തിൽ ബാംഗ്ലൂരിൽ ലോഞ്ച് ചെയ്തുകൊണ്ട് ഊബർ ഇന്ത്യയിലും എത്തി. അതേ വർഷം തന്നെ അവർ ഏഷ്യയിലെ വലിയ രാജ്യമായ ചൈനയിലും കൂടി വരവറിയിച്ചതോടെ 2013 ഊബറിൻ്റെ ടേൺ ഓവർ 700 കോടിയിലേക്ക് എത്തി. ഒപ്പം ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഗാരറ്റും ട്രാവിസും പുതിയ ആശയങ്ങൾ ചിന്തിച്ചു. അങ്ങനെ 2014 ഊബറിൻ്റെ ലേബലിൽ തന്നെ ഒരു പുതിയ സംരംഭം അവർ കൊണ്ടുവന്നു. ഊബർ ഫ്രഷ് എന്ന പേരിൽ ഒരു ഫുഡ് ഡെലിവറി സർവീസിന് അവർ തുടക്കമിട്ടു. എന്നാൽ പിന്നീട് ഈ പേര് റീബ്രാൻഡ് ചെയ്ത് ഊബർ ഈറ്റ്സ് എന്നാക്കി മാറ്റി. ഊബർ ഈറ്റ്സ് പല രാജ്യങ്ങളിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് വിജയം നേടിയെങ്കിലും ഇന്ത്യയിൽ അവർ വിചാരിച്ച പോലെ ഇത് ക്ലച്ച് പിടിച്ചില്ല. കാരണം അതിനു മുന്നേ തന്നെ സ്വിഗ്ഗിയും സൊമാറ്റോയും ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കിയിരുന്നു. ഊബർ ഈറ്റ്സ് കൂടുതൽ നഷ്ടത്തിലേക്ക് പോയി തുടങ്ങിയപ്പോൾ കമ്പനി അവരുടെ ഇടപാടുകൾ സൊമാറ്റോയ്ക്ക് വിറ്റു. 2485 കോടി രൂപ നൽകിയാണ് സൊമാറ്റോ ഊബർ ഈറ്റ്സിന്റെ ഇടപാടുകൾ സ്വന്തമാക്കിയത്. പ്രമുഖ ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ യൂബർ ഈറ്റ്സിന്റെ ഇന്ത്യയിലെ ബിസിനസ്സുകൾ സൊമാറ്റോ ഏറ്റെടുത്തു. 2485 കോടി രൂപയ്ക്കാണ് സൊമാറ്റോ യൂബർ ഈറ്റ്സ് ഇന്ത്യയെ സ്വന്തമാക്കിയത്. അപ്പോഴും ഊബറിന്റെ ഓൺലൈൻ ടാക്സികൾ വിജയകരമായി രാജ്യങ്ങൾ തോറും വ്യാപിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിലാണ് 2017 നടുക്കുന്ന ഒരു സംഭവമുണ്ടായത്. ഊബറിന്റെ ഫൗണ്ടർമാരിൽ ഒരാളായ ട്രാവിസ് കലാനിക് കമ്പനിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജിവെക്കുന്നുവെന്ന വാർത്ത ബിസിനസ് ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. അതിന് കാരണങ്ങൾ പലതായിരുന്നു. ഒന്ന്, അദ്ദേഹം ഒരു ഊബർ ടാക്സിയിൽ സഞ്ചരിക്കുന്ന സമയം അതിലെ ഡ്രൈവറിനോട് കാറിനുള്ളിൽ വെച്ച് വളരെ റഫായി പെരുമാറി. തുടർന്ന് ഡ്രൈവർ അത് കംപ്ലൈൻറ്റ് ചെയ്തു. മാത്രമല്ല, തെളിവായി ആ കാറിനുള്ളിലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും ട്രാവിസിന് തിരിച്ചടിയായി. What you changed the whole business. What? You dropped the prices on black. Yes, you did. We started with $20. ഇനി രണ്ടാമതായുള്ള അലിഗേഷൻ സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിരുന്നു. 2015 ഊബറിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് പുതിയതായി ജോയിൻ ചെയ്ത സൂസൻ ഫൗളർ ട്രാവിസിനെതിരെ HR-ൽ പരാതി നൽകി. ഫൗളർ പറയുന്നത് ഇങ്ങനെയാണ്: 2 ആഴ്ചത്തെ ട്രെയിനിങ്ങിന് ശേഷം സൂസൻ ഔദ്യോഗികമായി ഊബറിൽ ചാർജ് എടുത്ത ആദ്യ ദിവസം തന്നെ അവരുടെ മാനേജറായ ട്രാവിസ് കമ്പനിയുടെ ഒഫീഷ്യൽ ചാറ്റ് ബോക്സിലൂടെ സൂസൻ ഫൗളറിന് അശ്ലീല സന്ദേശം അയച്ചെന്നായിരുന്നു പരാതി. ഈ 2 സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് ട്രാവിസിനെതിരെ കമ്പനി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ കമ്മീഷൻ്റെ റിസൾട്ട് ട്രാവിസിന് അനുകൂലമായിരുന്നില്ല. ഒടുവിൽ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിർബന്ധപ്രകാരം ട്രാവിസ് കലാനിക്കിന് ഊബറിൽ നിന്നും 2017 രാജിവെക്കേണ്ടി വന്നു. The Uber CEO has resigned after a group of investors pressured him to step down. എവിടെ പോയാലും മറ്റെന്തിനേക്കാളും ഈ ലോകത്ത് ഞാൻ ഊബറിനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രയാസകരമായ ഈ നിമിഷത്തിൽ നിക്ഷേപകരുടെ അഭിപ്രായത്തെ ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂബർ എന്ന കമ്പനിക്ക് എന്നോട് പോരാടുന്നതിന് പകരം കമ്പനിയുടെ വളർച്ചയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ട്രാവിസ് കലാനിക് ഊബറിനോട് ഗുഡ് ബൈ പറഞ്ഞു. ശേഷം 2 മാസത്തിനുള്ളിൽ തന്നെ പുതിയ CEO ചാർജ് എടുത്തു. ഇറാനിയൻ അമേരിക്കൻ ബിസിനസ്മാനായ ഡാര ഖൊസ്രൗ ഷാഹി എന്ന ആ വ്യക്തി തന്നെയാണ് ഇപ്പോഴും ഊബറിൻ്റെ CEO.
ഊബർ എന്ന സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഗാരറ്റിനൊപ്പം കൈകോർത്ത ട്രാവിസ് കമ്പനിയുടെ പടി ഇറങ്ങിയപ്പോൾ അധികം താമസിയാതെ തന്നെ 2020 ഗാരറ്റ് ക്യാമ്പും ഊബറിൻ്റെ ഡയറക്ടർ ബോർഡിൽ നിന്നും രാജിവെച്ച് കമ്പനിയുടെ ഒബ്സർവറായി മാത്രം തുടർന്നു. പിന്നീട് ഇവരുടെ പേരുകൾ ജനങ്ങൾ കേട്ടത് ഒരു TV സീരിയലിലൂടെയാണ്. 2020 ഊബർ എന്ന കമ്പനിയുടെ ബയോപിക് സീരിയലായി എത്തിയപ്പോൾ ട്രാവിസ് കലാനിക്കായി അഭിനയിച്ചത് അമേരിക്കൻ ആക്ടറായ ജോസഫ് ഗോർഡൺ ലെവിറ്റും ഗാരറ്റ് ട്രംപായി ജോൺ പേസും വേഷമിട്ടു. സൂപ്പർ പംപ് എന്ന ഈ പരമ്പരയുടെ ട്രെയിലർ കാണാൻ തന്നെ 1 മില്യണിലേറെ ആൾക്കാർ വന്നു. My name is Travis. I am the founder and CEO of Uber. The notorious bad boy of tech. Is this legal? 2022 ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ സീരീസ് 7 എപ്പിസോഡുകളോടെ ഏപ്രിൽ മാസത്തിൽ അവസാനിച്ചു. ഊബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഓൺലൈൻ ടാക്സിയും ഊബർ ഈറ്റ്സും മാത്രമാണ്. എന്നാൽ ഓൺലൈൻ ടാക്സിയുടെ വിജയത്തിന് ശേഷം നിരവധി ബിസിനസ്സുകൾ പയറ്റി നോക്കിയിട്ടുണ്ട് ഊബർ. അതിൽ കൂടുതലും US-ലാണെന്ന് മാത്രം. 2016 ഊബർ ഡയറക്റ്റ് എന്ന പേരിൽ അവർ കൊറിയർ സർവീസ് ആരംഭിച്ചു. 2017 ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ ബാങ്കായ ബാർക്ലേസുമായി ചേർന്ന് ഊബർ വിസ ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിരുന്നു. 2018 ബൈക്കുകളുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയായ ജംപ് ബൈക്സുമായി ടൈപ്പ് ചെയ്ത് ഇലക്ട്രിക് ബൈക്കുകൾ റെൻ്റൽ നൽകുന്ന സംവിധാനം ഊബർ ബൈക്സ് എന്ന പേരിൽ അവർ കൊണ്ടുവന്നു. ചിലതൊക്കെ ചില രാജ്യങ്ങളിൽ സക്സസ് ആയി, മറ്റു ചിലത് പൂർണ്ണമായും പൂട്ടേണ്ടിയും വന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഊബർ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ്. ഡൽഹിയുടെ നിരത്തുകളിൽ പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഊബർ ഷട്ടിൽ എന്ന പേരിൽ അവർ സർവീസ് തുടങ്ങാൻ പോകുന്നുവെന്ന വാർത്ത. പ്രൈവറ്റ് ബസ്സുകൾക്ക് ഒരുപക്ഷെ വെല്ലുവിളിയാകുന്ന ഈ സംവിധാനത്തിന് ഡൽഹി സർക്കാർ അനുമതി നൽകിക്കഴിഞ്ഞു. ഊബറിൻ്റെ ആപ്പിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള ഊബർ ഷട്ടിൽ എന്ന ഓപ്ഷനിലൂടെ ഒരാഴ്ച മുന്നേ വരെ നമുക്ക് പോകേണ്ട റൂട്ടുകളിലുള്ള ബസ്സിൽ സീറ്റ് റിസർവ് ചെയ്യാം. മാത്രമല്ല ബസ്സിൻ്റെ റണ്ണിംഗ് ടൈം, കറണ്ട് ലൊക്കേഷൻ, നമ്മുടെ സ്റ്റോപ്പിലെത്തുന്ന കൃത്യസമയമൊക്കെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ യാത്രാശൈലി വെച്ച് നോക്കുമ്പോൾ യാത്രക്കാർക്ക് കൂടുതൽ ഗുണം ചെയ്യും. പ്രത്യേകിച്ചും ഡെയിലി ഓഫീസിൽ പോകുന്നവർക്ക്. ട്രാഫിക്കിനും പൊല്യൂഷനും പരിഹാരമാകുമെന്നും ഉറപ്പു നൽകുന്ന ഊബർ ഷട്ടിലിൽ 19 മുതൽ 50 സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് ടൈപ്പ് ആകാം. ഡൽഹിയിൽ ഇത് സക്സസ് ആയാൽ ഇന്ത്യ മുഴുവൻ ഊബർ ഷട്ടിൽ കൈയടക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇന്നിപ്പോൾ ഊബറിനെ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന ടീം ഇവരാണ്. CEO ധാര കോസ്രോഷായിക്കൊപ്പം എക്സിക്യൂട്ടീവ് ടീമിൽ ഇന്ത്യൻ വംശജരായ നിക്കി കൃഷ്ണമൂർത്തിയും പ്രശാന്ത് മഹേന്ദ്രരാജയും അംഗങ്ങളായുള്ളത് ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ചരിത്രം ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇനി ഊബറിൻ്റെ ഇന്നത്തെ ആസ്തി എത്രയെന്ന് കൂടി നോക്കാം. ഇന്ത്യൻ റുപ്പിയിൽ പറയുമ്പോൾ 2010 5,72 ലക്ഷം രൂപയുടെ മൂലധനത്തിൽ തുടങ്ങിയ ഊബറിൻ്റെ ഇന്നത്തെ ആസ്തി 2024 മാർച്ച് മാസം അവർ റിപ്പോർട്ട് ചെയ്തത് $38.589 ബില്യൺ. അതായത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് 33 ലക്ഷം കോടി രൂപയ്ക്കടുത്ത് വരും.